ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹരി. പണ്ടുള്ള അമ്മമാർ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുത്തിരുന്ന പോഷക സമൃദ്ധമായ ഒരു 4 മണി പലഹാരം. സംഗതി എന്താണെന്നല്ലേ? മുതിര. നമ്മളിന്ന് മുതിര വെച്ച് 3 സ്നാക്ക് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 മുതിര വേവിച്ചത്, 2 മുതിര വിളയിച്ചത്, 3ാമതായിട്ട് മുതിര കൊണ്ട് സുഹിയൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമുക്കാദ്യം 1 കപ്പ് മുതിര എടുക്കണം. വളരെ പോഷക സമൃദ്ധമായതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപകരിക്കുന്നതുമായ ഒന്നാണ് മുതിര. നമുക്ക് ഈ മുതിര ചീനച്ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നിർത്താതെ നല്ലപോലെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്ന മുതിര നമ്മളൊന്ന് കടിച്ചു നോക്കുമ്പോൾ കടുകടു എന്നുള്ളൊരു സൗണ്ട് അല്ലെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇപ്പോൾ മുതിര നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകുമ്പോൾ അതൊക്കെ പോയി കിട്ടും. നന്നായി കഴുകിയെടുത്ത മുതിര ഇതിന് ശേഷം നമുക്കൊരു പ്രഷർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ച് നമുക്കൊന്ന് ഒരു 4 മുതൽ 5 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. ഇതിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഒരിക്കലും കളയരുത്. മുതിര വെള്ളം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മറ്റനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇനി നമുക്ക് വേവിച്ചു വച്ചിരിക്കുന്ന മുതിരയിലെ ജലാംശം എല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചിരവിയ തേങ്ങയും അത്രയും അളവിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും. പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ജലാംശം മാറ്റി വെച്ചിരിക്കുന്ന മുതിരയും അതുപോലെ തന്നെ ചിരവിയ തേങ്ങയും ഒപ്പം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മുഴുവൻ ശർക്കര ഇതിനകത്ത് ചേർക്കുന്നില്ല. മധുരം നോക്കിയിട്ട് നമ്മൾ പാകത്തിനനുസരിച്ചാണ് ശർക്കര ചേർക്കുന്നത്. കട്ടിയായ ശർക്കര ഇടാതെ ഇതുപോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര തന്നെ എടുത്ത് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം പാകത്തിന് ഉപ്പും കുറച്ച് ജീരകപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചും ചേർക്കാറുണ്ട്. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാകാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പണ്ടുള്ള അമ്മമാർ കുട്ടികൾക്ക് കൊടുത്തിരുന്ന പോഷക സമൃദ്ധമായ വിഭവം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുതിര വിളയിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയിട്ട് ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുതിര അരച്ച കൂട്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇപ്പം നമ്മുടെ മുതിര വിളയിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. വളരെ പോഷകസമൃദ്ധമായ ഒന്നാണിത്. നെയ്യുടെ ടേസ്റ്റും ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നാവിലെത്തിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള നമ്മുടെ മുതിരയുടെ ഒരു നാടൻ മോഡുലേറ്റഡ് വെർഷനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദമാവാണ്. മൈദമാവിന് പകരമായിട്ട് നമ്മൾക്ക് ഗോതമ്പ് പൊടിയാണല്ലോ എടുക്കാം. അതിലേക്ക് സ്വല്പം ഉപ്പ് നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടു. ഇനി ഞാനിതിലേക്ക് 1-2 സ്പൂണ് പഞ്ചസാര ചേർക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം പാകം നോക്കിയിട്ട് നമ്മുടെ മാവിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് മാവ് കൊണ്ടെത്തിക്കണം. ഇതാണ് മാവിൻ്റെ പരുവം. ഇനി നമ്മൾ കയ്യിൽ സ്വല്പം എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ നെയ്യ് തേച്ചിട്ട് ഇങ്ങനെ ഓരോ ഉരുളയായിട്ടും നമ്മുടെ സുഹിയന് വേണ്ടിയിട്ടുള്ള ഉരുള നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ്. നമ്മൾ മുതിര വെച്ചിട്ടാണ് സുഹിയൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. മാവ് അതിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തിരിക്കണം. നമുക്കിനി ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ഓരോ ബോൾസായിട്ടും നമുക്ക് ഇട്ടുകൊടുക്കാം. സുഹിയൻ ബോൾസ്. ഞാനിവിടെ അധികം എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട്
ഞാൻ തയ്യാറാക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സുഹിയൻ ബോൾസും കൂടെ ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ ചീനച്ചട്ടി ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എണ്ണ എല്ലാ വശത്തെത്തുകയും സുഹിയൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ എണ്ണ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ സുഹിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ കൊണ്ട് മാത്രമല്ല മുതിര കൊണ്ട് നമുക്ക് സുഹിയൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും മുതിര കൊണ്ട് തയ്യാറാക്കിയ ഈ 3 സ്നാക്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.